അവളുടെ പഠിപ്പ് ഈ കൊല്ലം കൊണ്ട് തീരും. അത് കഴിഞ്ഞ് ഉടനെ നമുക്ക് കല്യാണം നടത്തണം. അത് തന്നെ വേണ്ടത്. ഒരു പ്രായം കഴിഞ്ഞ പെൺപിള്ളേരെ അങ്ങ് കെട്ടിച്ചു വിടണം. മോളവിടെ കണ്ടില്ലല്ലോ. അവള് കോളേജിൽ പോയിട്ട് വരാറായി. സർക്കാർ ജോലിയിലുള്ള ഒരു നല്ല പയ്യനുണ്ട്, ഞാൻ കൊണ്ടുവരാം. നടന്നു കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യം. ആയിക്കോട്ടെ. ചേച്ചി പേഴ്സ് എടുക്കാൻ പോകും അവിടത്തേക്ക്. ഞാനത് മറന്നുപോയി. ഇതിരിക്കട്ടെ. എന്നാ ശരി. ശരി. എന്നാ പിന്നെ പറഞ്ഞതല്ലേ. ശരി. നീ എന്താ ലേറ്റ് ആയത്? ബസ് വരാ ലേറ്റ് ആയമ്മ. അങ്ങനെയെങ്കിൽ ലേറ്റ് ആവുമെന്ന് എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞൂടെ? ഞാൻ കൊച്ചു കുട്ടിയല്ലോ ആണോ? അല്ല ബ്രോക്കർ എന്തിനിപ്പോ ഇങ്ങോട്ട് വന്ന? നിനക്ക് കല്യാണം ആലോചിക്കാൻ. അമ്മേ ഞാൻ എത്ര വട്ടം പറയണം എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന്. എനിക്ക് പഠിക്കണം. എടി നീ പഠിച്ചോ? ഈ വർഷം കഴിയുമ്പോ ഡിഗ്രി തീരൂലേ? അത് കഴിഞ്ഞ് മതി കല്യാണം. അത് കഴിഞ്ഞ് അവർക്ക് ഓക്കെ ആണെങ്കിൽ നീ പിന്നെയും പഠിച്ചോ. അമ്മ ആദ്യം എനിക്കൊരു ജോലി കിട്ടട്ടെ, അത് കഴിഞ്ഞിട്ട് മതി കല്യാണം. അത് നീയാണോ തീരുമാനിക്കുന്നത്? പിന്നെ എന്റെ കാര്യം ഞാൻ അല്ലാണ്ട് ആര് തീരുമാനിക്കുക? ഓഹോ, അതിനൊക്കെ ഇവിടെ ഞങ്ങളുണ്ട്. നീ പറയുന്ന അനുസരിച്ചാ മതി. ഹലോ, ആ പറയടാ. ഞാൻ എന്നാ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ തിയേറ്ററിലോട്ട് വന്നോളാം. ഇല്ലടാ, ലേറ്റ് ആവില്ല. ഇല്ല. അമ്മേ, ഞാൻ ഒരു പടത്തിനോട്ട് വരാം. മക്കളെ ആഹാരം കഴിച്ചിട്ട് പോന്നീ. ഞാൻ പുറത്ത് കഴിച്ചോളാം അമ്മേ. അമ്മ ഞാനിവിടെ പോട്ടെ. എന്റെ കൂടെ കൊണ്ടുപോകാനും പറ്റില്ല, എന്റെ ഫ്രണ്ട്സ് ഉണ്ട് കൂടെ. എന്നാ ഞാൻ ഒറ്റയ്ക്ക് പോവാം. നിനക്ക് എന്താ പണേ? വല്ല കുഴപ്പമല്ലോ ഉണ്ടോ? ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകാനാ? അതിനെന്താ, ചേട്ടൻ പോകുന്നതാ. ചേട്ടനെ പോലെയാണോ നീ? നീ ഒരു പെൺകുട്ടിയല്ലേ? രാത്രി എങ്ങനെ ഒറ്റയ്ക്കൊന്നും പുറത്തു പോകണ്ട. ഇതെന്ത് കഷ്ടമാണ്. വല്ല ആണായിട്ട് ജനിച്ചാ മതിയായിരുന്നു. അമ്മേ, ഞാൻ എന്തായാലും പോയിട്ട് വരാവേ. ആ മക്കളെ, സൂക്ഷിച്ചു പോണേ. ഓക്കെ അമ്മ. ആഹാ, നീ എണീറ്റോ? എടി നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങല്ലെന്ന്? ഇന്ന് ശനിയാഴ്ച അല്ലേ അമ്മേ, ക്ലാസ് ഇല്ലല്ലോ, പിന്നെന്താ? എടി പെൺകുട്ടികളായ രാവിലെ എണീറ്റ് ശീലിക്കണം. ചേട്ടന് ഇപ്പോഴല്ലേ എണീറ്റ്, പിന്നെ എനിക്ക് മാത്രം കുറ്റം. എന്നെ പോലാണോ നീ? നല്ല പെൺകുട്ടികളായ രാവിലെ എണീച്ച് അടുക്കളയിൽ കയറണം. നിന്നെ കെട്ടുന്നതിന്റെ കാര്യം കട്ട പൊഹ. അതെ, ഇയാളുടെ കാര്യം നോക്കിയാൽ മതി, എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. അവൻ പറഞ്ഞതിന് എന്താടി തെറ്റ്? നാളെ നീ വേറൊരു വീട്ടിൽ ചെന്ന് കയറേണ്ട പെണ്ണാണോ? അതിന്റെ വല്ല ഓർമ്മയുണ്ടോ നിനക്ക്? മര്യാദയ്ക്ക് വല്ലതും കഴിച്ചോണ്ട് അടുക്കളയിലോട്ട് പോ. രണ്ടുപേരും ഒന്നും മിണ്ടായിരുന്നു കഴിക്കേ. മോളെ, നീ എവിടെ എന്തെടുക്കുവാ? മോളെ. എന്താ അമ്മ വിളിച്ചേ? മോളെ, നീ അപ്പുറത്ത് രേഷ്മ ചേച്ചിയുടെ അടുത്ത് പോയിട്ടെ കുറച്ച് പഞ്ചസാര വാങ്ങിക്ക്. വൈകുന്നേരം ചായ ഇടാനുള്ളതാ. നമുക്ക് നാളെ രാവിലെ വാങ്ങിച്ചിട്ട് കൊടുക്കാന്ന് പറയും. ശരിയാ. ചേച്ചി ഇവിടെ നിൽക്കുമായിരുന്നോ? ഞാൻ എത്ര വട്ടം വിളിച്ച്. ആണോടാ, ഞാൻ കേട്ടില്ലായിരുന്നു. ചേച്ചി എനിക്ക് കുറച്ച് പഞ്ചസാര തരുമോ? ആ, ഇപ്പൊ എടുത്തുതരാം മോളെ. ഇതൊന്നും തീർത്തിട്ട് മതിയോ? മതി ചേച്ചി. ഇന്നലെ കോടതിയിൽ പോയിട്ട് എന്താ ചേച്ചി? അതൊന്നും ആയില്ലടാ, അവരുടെ സൈഡിൽ നിന്ന് ആരും വന്നില്ല. എന്തിനാ ചേച്ചി ഈ ഡിവോഴ്സ് ഒക്കെ? ഇതും കോംപ്രമൈസ് ആക്കിക്കൂടെ? അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടതല്ലല്ലോടാ നമ്മുടെ ലൈഫ്. ഒരുമിച്ച് പോവാൻ പറ്റില്ല എന്ന് തോന്നിയാലേ പിരിയുന്നതല്ലേ നല്ലത്. പിന്നെ അങ്ങനെ അങ്ങ് പോവാൻ പറ്റുമോ? സെറ്റിൽമെന്റ് ചെയ്യാൻ അവരും കൂടെ റെഡി ആവണ്ടേ? സ്ത്രീധനമെന്നൊക്കെ പറഞ്ഞ് എത്രയാ കണക്ക് പറഞ്ഞ് മേടിച്ചേ? എനിക്കെൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നോക്കണ്ടേ? ഇപ്പം തോന്നുക ഒരു ജോലി കിട്ടിയിട്ട് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു എന്ന്. അതാവുമ്പോൾ ഇങ്ങനെ കിടന്ന് കെഞ്ചണ്ടല്ലോ. അച്ഛാ, മോളെ,
അച്ഛാ എനിക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് എയർ ഹോസ്റ്റസിന്റെ കോഴ്സ് ചെയ്യണം. അതൊക്കെ മോളെ കല്യാണം കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ ആയിക്കോളൂ. കല്യാണം കഴിഞ്ഞാൽ അത് നടക്കില്ല അച്ഛാ. എനിക്കില്ല എന്റെ കരിയറിനെ പറ്റിയുള്ള ഡ്രീംസ് ഒക്കെ. മോളെ, മക്കളുടെ കാര്യത്തില് മാതാപിതാക്കൾക്ക് കുറച്ച് ഉത്തരവാദിത്വങ്ങളൊക്കെ ഉണ്ട്. പെൺകുട്ടികളെ കൊള്ളാവുന്ന കുടുംബത്തിലേക്ക് കെട്ടിച്ചയക്കുക എന്നുള്ളത് ഏതൊരു അച്ഛന്റെയും അമ്മയുടെയും കടമയാണ്. മോളുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഇതെല്ലാം പറയുന്നതും ചെയ്യുന്നത്. അച്ഛന്റെ ഞാൻ എത്ര വട്ടം പറയണം എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന്. അതെന്താ വേണ്ടാത്തത്? നിന്റെ പഠിത്തം കഴിഞ്ഞിട്ടല്ലേ കല്യാണം നടത്തുന്നുള്ളൂ? അതോ ഇനി നീ വേറെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? അച്ഛൻ എന്തൊക്കെയായി പറയുന്നേ? അങ്ങനെ എന്തെങ്കിലും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മറന്നര കേട്ടോ. ചേട്ടാ, ഞാനന്നൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തില്ലേ, അതിലെനിക്ക് സെലക്ഷൻ കിട്ടി. ദേ നോക്കിയേ, അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നു. നെക്സ്റ്റ് മന്ത് ജോയിൻ ചെയ്യാനാ പറയുന്നേ. ചേട്ടാ, ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ? എനിക്ക് ജോലി കിട്ടിയെന്ന്. നിനക്ക് ജോലി അല്ലേ? അതെ, നിന്നെ ജോലിക്ക് വിട്ട് ജീവിക്കേണ്ട ഗതികേടൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല. ചേട്ടൻ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് കിട്ടിയ ജോലിയാ, എനിക്ക് പോണം. എടി, നിന്നെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നതേ നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാനല്ല, ഇവിടത്തെ കാര്യങ്ങൾ നോക്കി അടങ്ങി ഒതുങ്ങി ജീവിക്കാനാ. കല്യാണം കഴിച്ചെന്ന് വിചാരിച്ച് എനിക്ക് എന്റെ കരിയർ നശിപ്പിക്കാനൊന്നും പറ്റില്ല. ഞാൻ എന്തായാലും ഈ ജോലിക്ക് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. നീ എന്റെ വാക്ക് ധിക്കരിച്ചു പോവും. ആ, പോവും. നീ അത്രയ്ക്കായല്ലേടി? ആഹാ, ഏത് നേരം ഈ പെണ്ണിന് മൊബൈലിൽ കളിയാ. കുറച്ച് പാത്രങ്ങൾ ഇട്ടിട്ടുണ്ട്, ഇന്നൊന്ന് കഴുകി വെച്ചേക്കണം കേട്ടോ. നീ ഫംഗ്ഷന് വരുന്നില്ലേ മോളെ? ഇല്ല അച്ഛാ, അവിടെ വന്നിട്ട് വേണം. കല്യാണം നോക്കുന്നില്ലേ? നല്ല പയ്യനുണ്ട്, ആലോചിക്കട്ടെ. ഓ, എനിക്ക് വയ്യ എല്ലാവരോടും മറുപടി പറയാൻ. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. അല്ല, ആരുത്? ശരണ്യ ചേച്ചിയോ? എന്നാ വന്നേ? ഞാൻ ഒരാഴ്ചയായി വന്നിട്ട്. അമ്മ എവിടെ മോളെ? അവർക്കൊരു ഫംഗ്ഷന് പോയി ചേച്ചി, റിലേറ്റീവിന്റെ വീട്ടില്. പിന്നെ നിന്റെ കല്യാണക്കാരിയൊക്കെ എന്തായി? വല്ല ഉറപ്പിച്ചാ? ചേച്ചിക്ക് ഇത് ചോദിക്കാനുള്ളൂ. ഇപ്പൊ എത്ര മാസമായി ചേച്ചി? 6 മാസം കഴിഞ്ഞു. അച്ചൂസ് എവിടെ? അവൻ അമ്മയെടുത്താക്കിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അവനിപ്പോ എത്ര വയസ്സായി? 2 വയസ്സ് ഈ മാസം. ചേച്ചി ജോലി നോക്കുന്നെന്ന് പറഞ്ഞിട്ട് അതെന്തായി? ബെസ്റ്റ്. ഇതിനിടയിൽ ഇനി ജോലിക്കൊന്നും പോകാൻ പറ്റൂലടി. അച്ചൂസിനെ ഡേ കെയർ ആക്കിയിട്ട് ജോലിക്ക് പോകണമെന്നാ വിചാരിച്ചത്. ഇനി ഉടനെ ഒന്നും പോകാൻ പറ്റൂല. ചേച്ചി PG ഒക്കെ കഴിഞ്ഞല്ലേ? ഇതിനാണോ ഇത്രയും പഠിച്ചേ? അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ എൻ്റെ വിധിയാന്നങ്ങ് വിചാരിക്കാം. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും നമ്മുടെ ജീവിതം വരണമെന്നില്ല. ആ, നിനക്ക് നിന്റെ കല്യാണം കഴിയുമ്പോൾ ഇതെല്ലാം മനസ്സിലാവും. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. അവൻ അമ്മയുടെ താക്കിയിട്ടാ വന്നത്. ഞാൻ അങ്ങോട്ട് പോട്ടെ. ഞാൻ ചായ ഇടാൻ ചേച്ചി. വേണ്ടടി, നിന്റെ അമ്മ വരുമ്പോഴേ ഞാൻ ഇങ്ങോട്ട് വരാം. മോളെ, നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുക? ഒന്നുമില്ല അമ്മേ. അതെ, ആ ബ്രോക്കർ വിളിച്ചിരുന്നു. നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ആ പയ്യന് നിന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. നീ നാളെ അവനെ ഒന്ന് പോയി കാണണം. അവന് നിന്നെ ഇഷ്ടപ്പെട്ട നമുക്കിതങ്ങ് ഉറപ്പിക്കാം. ബാക്കിയെല്ലാം നിന്റെ പഠിത്തം കഴിഞ്ഞിട്ട് മതി. ഞാൻ എന്തായാലും നാളെ അവനോട് വരാൻ പറയും.
ഹായ് ജാനകി, ഞാൻ ശരത്. നേരിട്ട് കാണാൻ ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും സുന്ദരിയാണ്. എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ബേസിക്കലി എന്നെ കണ്ട ആർക്കായാലും ഇഷ്ടപ്പെടും. എന്താ കാണണമെന്ന് പറഞ്ഞേ? പെണ്ണ് കാണലിന് മുന്നേ ജാനകി ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന് തോന്നി. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടമല്ലേ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ജാനകിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണോ? ചേട്ടാ പറയുന്നുണ്ടൊന്നും വിചാരിക്കല്ലേ, എനിക്ക് ഈ കല്യാണത്തിന് ഓക്കെ അല്ല. ആ, ഞാൻ വിചാരിച്ച പോലെ തന്നെ ഓൾറെഡി കമ്മിറ്റഡ് ആണല്ലേ? അതുകൊണ്ടല്ല, ഞാനിപ്പോൾ കല്യാണത്തിന് ഒട്ടും പ്രിപ്പയർഡ് അല്ല. എനിക്ക് എൻ്റെ കരിയറിനെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. ചേട്ടനിപ്പോൾ ഒരു ജോലിയില്ലേ? ഉണ്ട്. ആ, അതുപോലെ എനിക്കും ജോലി കിട്ടിയിട്ട് മതി എൻ്റെ കല്യാണം എന്നാണ് എൻ്റെ തീരുമാനം. ചേട്ടൊന്നും വിചാരിക്കരുത്, സോറി. എന്നാലും നല്ലൊരു കുട്ടിയായിരുന്നു. നീ ഒന്ന് നിന്നേ. ശരത്ത് വിളിച്ചിരുന്നു. ഈ കല്യാണത്തിന് ഓക്കെ അല്ലെന്ന് നീ പറഞ്ഞു അവനോട്? അതെ അച്ഛാ, പറഞ്ഞു. നിനക്ക് എന്തിന്റെ സുഖേടായിരുന്നടി? അവൻ എന്തായിരുന്നു ഒരു കുറവ്? ഞാൻ പറഞ്ഞില്ലേ, ഇവളുടെ മനസ്സിൽ മറ്റാരോ ഉണ്ട്. എങ്കിലേ അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക് നീ. കല്യാണത്തിന് ഓക്കെ അല്ലെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എനിക്ക് പ്രേമം ഉണ്ടെന്നാണോ? എന്നിട്ട് നിനക്ക് അവനെ ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് എന്റെ കരിയറിനെ പറ്റി ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതെന്താ നിങ്ങൾ ആരും മനസ്സിലാക്കാത്തെ? എടി, കല്യാണം കഴിഞ്ഞാലും നിനക്ക് പഠിക്കാലോ, ജോലിക്കും പോവാലോ. അത് അമ്മയ്ക്ക് ഉറപ്പ് തരാൻ പറ്റുമോ? ഇല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞേ, ഞാൻ ആദ്യം പഠിച്ചൊരു ജോലിയൊക്കെ മേടിക്കട്ടെ, എന്നാലേ എവിടെയെങ്കിലും കയറി ചെല്ലുമ്പോൾ നമുക്കൊരു വിലയൊക്കെ കിട്ടും. അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ നമ്മുടെ ചുറ്റിനും ഒക്കെ നടക്കുന്നത്.